റെയിൽവേ ട്രാക്കിൽ ബോധരഹിതരായി കിടന്നവരുടെ ജീവൻ രക്ഷിച്ച് ഷാലിമാർ എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റ്. ട്രാക്കിൽ ഇവർ കിടക്കുന്നത് കണ്ട് ലോക്കോ പൈലറ്റ് ട്രെയിൻ എമർജൻസി ബ്രേക്ക് ചെയ്തു നിർത്തിയാണ് 2 ജീവനുകൾ രക്ഷിച്ചത്. ഇവരെ രക്ഷിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം വൈറലായി കഴിഞ്ഞു. ആലപ്പുഴ സ്വദേശി അൻവർ ഹുസൈനാണ് ആ ലോക്കോ പൈലറ്റ്. നിഷാദ് ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോട്ടയത്ത് അമ്മയുടെയും മക്കളുടെയും ജീവൻ റെയിൽവേ ട്രാക്കിൽ പൊലിഞ്ഞ വാർത്ത നമ്മളെല്ലാവരും ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ നിരവധി അപകടങ്ങളും അതിൽപ്പെട്ട് മരിക്കുന്നവരെയും ഒക്കെ കണ്ടു. ഇതൊക്കെ നമുക്കൊരു സങ്കടത്തോടെ മാത്രമേ ഓർക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ട്രെയിൻ അടിയിൽപ്പെട്ട് ജീവൻ പോകേണ്ടിയിരുന്ന 2 മനുഷ്യരെ രക്ഷിച്ച ഒരു ലോക്കോ പൈലറ്റിനെയാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ ദൃശ്യങ്ങൾ വൈറലാണ്. ആ ലോക്കോ പൈലറ്റ് ആലപ്പുഴക്കാരനായ അൻവറാണ്. നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് സംഭവം. ആലുവയിൽ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് തിരുവനന്തപുരം ഷാലിമാർ എക്സ്പ്രസ് ട്രെയിനാണ്. അത് സ്റ്റാർട്ട് ചെയ്ത് അങ്കമാലി സൈഡിലേക്ക് പോകുമ്പോൾ ദേശം എന്ന് പറയുന്ന പ്രദേശമുണ്ട്, ആ ഭാഗമാണെന്നാണ് എൻ്റെ അറിവ്. അവിടെ പതിവായിട്ട് ആൾക്കാർ ക്രോസ് ചെയ്യുന്ന, റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്നൊരു മേഖലയാണ്. നമ്മൾ വരുമ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാക്ക് ക്രോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഹോൺ അടിക്കും, ആൾക്കാർ മാറിപ്പോവും. പക്ഷേ അന്നത്തെ ദിവസം അവിടെ നിന്ന് 2 പേര് അവിടെ ട്രാക്കിൽ ഇരിപ്പുണ്ട്. അവർ മാറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ട്രെയിൻ എത്തുന്നതിന് മുമ്പേ മാറാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ ഒരു ജഡ്ജ്മെൻറ്റ്, അതായത് അവരെ വേണമെങ്കിൽ സേവ് ചെയ്യാം എന്നുള്ള ഒരു ഡിസ്റ്റൻസിൽ എമർജൻസി ബ്രേക്ക് അപ്ലൈ ചെയ്തു. ട്രെയിൻ എത്തുന്നതിന് അപ്പോൾ കുറച്ച് മുമ്പേ അവർ എഴുന്നേക്കാൻ ശ്രമിച്ചു. 2 പേരും എഴുന്നേറ്റിട്ട് ട്രെയിൻ എത്തുന്ന ഒരു 50 മീറ്റർ മുൻപേ ഇവർ ട്രാക്കിന് പാരലായിട്ടാണ് വീണത്. 2 ട്രാക്കിന് നടുവിൽ വീണ് അവിടെ കിടന്നു. ട്രെയിൻ ഇവരുടെ മേലെ പോയി നിന്നെന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രം ഇവരുടെ മേലെ കയറി അവിടെ നിന്നു. ശരിക്കും ആ ദൃശ്യങ്ങൾ കണ്ടാൽ ആരും കരുതില്ല അവർ രക്ഷപ്പെട്ടു എന്ന്. അതെ, കാരണം 2 പേരാണ്. 2 പേർക്ക് കിടക്കാനുള്ള സ്പേസ് അത്ര കുറവാണ്. ഒരാളാണെങ്കിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റും. പിന്നെ പൊതുവെ ഇവർ അത്ര വലിയ ശരീരമുള്ളവരല്ല. അപ്പോൾ അങ്ങനെ അവരവിടെ കിടന്നു. ഞങ്ങൾ ഇറങ്ങി നോക്കി. ഞാനും എൻ്റെ കൂടെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് സുജിത് സുധാകർ എന്ന ആളാണ്. ഞങ്ങൾ 2 പേരും ഇറങ്ങി ടോർച്ചടിച്ച് നോക്കിയപ്പോൾ ഇവർ അവിടെ സേഫായിട്ട് കിടപ്പുണ്ട്. അതായത് പരിക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങളാണ് പറഞ്ഞ് ഇറങ്ങി വരാൻ പറയാൻ. അവരോട് സ്വയം ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അർത്ഥം അവർക്ക് യാതൊരു പരിക്കും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള. അങ്ങനെ 2 പേരും പുറത്ത് ഇറങ്ങി വന്നതിന് ശേഷം ഞങ്ങൾ അടുത്ത ആലുവ സ്റ്റേഷൻ മാസ്റ്ററെ ഇൻഫോം ചെയ്തു. ഇതിനിടയ്ക്ക് ഒരു 10 മിനിറ്റ് 12 മിനിറ്റോളം ട്രെയിൻ അവിടെ നിന്നു. യാത്രക്കാർക്ക് ഇറങ്ങി ആ സമയം കൊണ്ട്? ഇല്ലില്ല, യാത്രക്കാർക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം ട്രെയിനും ഫ്രണ്ടിലെ 2 കോച്ചും മാത്രം. ഒരു ചെറിയ പാലമുണ്ട്. ആലുവ കഴിഞ്ഞിട്ട് 2 പാലം ഉള്ളത്. ഒരു വലിയ പാലം, ചെറിയ പാലം. ആദ്യം വലിയ പാലം, പിന്നെ രണ്ടാമത് ചെറിയ പാലം കഴിഞ്ഞിട്ട് അപ്പുറമാണ് ട്രെയിനും ആദ്യത്തെ 2 കോച്ച് നിൽക്കുന്നത്. അതിനകത്ത് യാത്രക്കാരില്ല, ലഗേജ് പോർഷനാണ്, പാഴ്സൽ വാനും ഒക്കെയാണ്. പിന്നെ അതിന് പുറയുള്ള ഫസ്റ്റ് പാസഞ്ചർ ഉള്ള ട്രെയിൻ എന്ന് പറയുന്നത് പാലത്തിന് മുകളിലാണ്. പിന്നെ അടുത്ത പാലത്തിന് മേലെയാണ്. ഞങ്ങളുടെ ട്രെയിൻ മാനേജർ പോലും നിൽക്കുന്നത് ആലുവ പാലത്തിന് മേലെയാണ്. അദ്ദേഹത്തിന് പോലും ഇറങ്ങി വരാൻ പറ്റില്ല, നിസ്സഹായാവസ്ഥയിലായിരുന്നു. അത് ഞങ്ങൾ മാത്രമാണ് അത് ഡീൽ ചെയ്തത്. പിന്നെ വണ്ടി ഇവരെ മാറ്റിയതിന് ശേഷം അടുത്തുള്ള ഏതോ 2 പേര് വന്നു. എന്താ സംഭവം എന്ന് അന്വേഷിച്ചു. അവരോട് കാര്യം പറഞ്ഞ് അവരെ ഏൽപ്പിച്ചതിന് ശേഷം ആലുവ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തതിന് ശേഷം ഞങ്ങൾ യാത്ര തുടരുകയായിരുന്നു. ശരിക്കും ഒരു മനോധൈര്യത്തിൻ്റെ ഒരു പിൻബലത്തിൽ തന്നെയായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. കാരണം ഈ 2 ജീവനുകൾ, നിങ്ങൾ ലോക്കോ പൈലറ്റ്സ് നിരവധി ജീവനുകൾ ഇങ്ങനെ പാളങ്ങളിൽ പൊലിയുന്നതിനൊക്കെ ദൃക്സാക്ഷികളാകുന്ന ആളുകളാണ്. പക്ഷെ പെട്ടെന്ന് ഈ 2 പേര് അവരെ തീവണ്ടി ഇടിക്കും എന്നുള്ള ആ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് തന്നെ വണ്ടി നിർത്താനുള്ള ആ ഒരു മനോധൈര്യം എന്ന് തന്നെ നമുക്കതിനെ പറയണം, അല്ലേ? അതെ, നമ്മൾ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണല്ലോ. അത് ചെയ്യാറുണ്ട്. പരമാവധി ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഈ ട്രാക്കൊക്കെ ക്രോസ് ചെയ്യുന്നവർ ഈ ഒരു ഉത്തരവാദിത്വമൊന്നും കാണിക്കാറില്ല. ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് മാനസികമായ സ്ട്രെയിനാണ് ഈ സംഭവം കൊണ്ടുണ്ടാകുക. കാരണം ഈ ട്രെയിൻ പുറപ്പെട്ട് 20 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഈ സംഭവം. പിന്നെ ഞങ്ങളൊരു 300 കിലോമീറ്റർ കൂടി ഈ മാനസികാവസ്ഥയിലാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്കിത് പറയാനുള്ളത് ആൾക്കാരോട്, നിങ്ങൾ ട്രാക്കൊക്കെ ക്രോസ് ചെയ്യുമ്പോഴും ട്രാക്കിൻ്റെ പരിസരത്തൂടെയൊക്കെ നടക്കുമ്പോഴൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുക. റെയിൽവേ ഒക്കെ ഒരുപാട് പണവും സമയവും ചെലവഴിച്ച് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും ജനങ്ങളിലേക്ക് അവരത് ശരിക്കും ഉൾക്കൊള്ളുന്നില്ലെന്നാണ് ഇതിന് നമുക്ക് മനസ്സിലാകുന്നത്. 2 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? അല്ല, അത് എപ്പോഴും നമുക്കൊരു അഭിമാനമാണ് തോന്നുക. ആ 2 പേരുടെ ജീവൻ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് അഭിമാനമായിട്ട് തന്നെ. പക്ഷേ അത് നമ്മുടെ കടമയാണ്. അത് ഒരു പുതിയ കാര്യമായിട്ടൊന്നും അല്ല. ഞാൻ പറഞ്ഞ എൻ്റെ 28 വർഷം സർവീസായി. ഇതിനുള്ള ഒരു 8-10 പേര് ട്രെയിനിൽ ഓടി കയറുക, പെട്ടെന്ന് ട്രാക്കിനിടയിലേക്ക് വീഴുക, ഇത് കണ്ടുകൊണ്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് ട്രെയിൻ എമർജൻസി അടിച്ച് നിർത്തുക. അവർ ദേഹത്തേക്ക് വീല് കയറാതെ ട്രെയിൻ നിന്നത് കാരണം അവർ രക്ഷപ്പെട്ടു. ഇങ്ങനെയൊക്കെ പല സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നെ അപകടത്തിൽപ്പെട്ട ആൾക്കാർ മരിച്ച സംഭവങ്ങളുണ്ട്.
രണ്ടുപേര് രക്ഷപ്പെടുത്തിയത് എനിക്ക് അഭിമാനമായിട്ട് അവരും ആ രക്ഷപ്പെട്ട മനുഷ്യരും കരുതേണ്ടത് ഒരു പുതുജീവനാണ്, ഒരു പുതുജന്മമാണ്. നമ്മളിത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ സുരക്ഷിതമായിട്ട് അവർ വേണം ഇനി ഒരു മൈക്കാവേണ്ടത്. അതായത് നമ്മൾ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തൊന്നും പോയി ഇങ്ങനെ അലസമായി നിൽക്കരുത്, ട്രാക്കിന് കയറി നിൽക്കരുത്, ട്രാക്ക് ക്രോസ് ചെയ്തെന്ന് പറയാൻ അവർ തയ്യാറാവണം. കാരണം അവരുടെ ദാനം കിട്ടിയ ജീവിതമാണ്, ആരുടെയോ ഭാഗ്യമൊക്കെ അവരുടെ കുടുംബത്തിൻ്റെയോ ഒക്കെ ദാനം കൊണ്ട്. അതുകൊണ്ട് അവരിതൊരു കുറവായിട്ട് തോന്നണ്ട, ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കാൻ അവർ ശ്രമിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിൽ തന്നെയാണ് അൻവർ ഉള്ളത്. ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷാദിലി, ജനം, ആലപ്പുഴ.